ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖം സന്തോഷിക്കാനെന്ന് വിചാരിക്കുന്നു. മാഷാ അള്ളാ, അൽഹംദുലില്ലാഹ്, ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോകുന്നു. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഞാനിതാ നമ്മുടെ ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തിയിരിക്കുന്നു. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആക്കിയെന്ന് വെച്ചാൽ ക്യാരറ്റും മുരിങ്ങയൊക്കെ കൂട്ടിയിട്ട് ഒരു തോരൻ ഉണ്ടാക്കുന്നത്, പിന്നെ കുമ്പളങ്ങ കറി ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ടോ. പിന്നെ കുട്ടികളെ പഠനവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നതൊക്കെയാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. ഇപ്പോൾ പറഞ്ഞല്ലോ, എല്ലാവരും തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് പോകട്ടെ. അപ്പോൾ ഞാൻ നമ്മളെ വണ്ടി ചാർജിന് കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാർജ് ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ അത് ചാർജർ എടുക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞെന്നറിയില്ല, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി അനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങളെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഇങ്ങനെ കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇടോ ഇല്ലയെന്ന് അറിയില്ല, എൻ്റെ ഓരോ സാഹചര്യത്തിനനുസരിച്ചാവും. കുറച്ച് ഫ്രീ ഉണ്ട്, പിന്നെ എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും ജോലിയിലോ എന്തെങ്കിലും ഏർപ്പെട്ടാൽ പിന്നെ അങ്ങനെ വീഡിയോ ഇടുമോ എന്നുള്ളത് ആ ഒരു സമയത്ത് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഏതായാലും കുറച്ച് ഫ്രീ ആയി പിന്നെ വിചാരിച്ചത് ഞാൻ ലോങ് വീഡിയോ ലൈവ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലൈവ് വീഡിയോ ചെയ്യുമ്പോൾ പിന്നെ എന്താ പറയുക, അതൊരു വീഡിയോ ചെയ്യാനാണ് ഇഷ്ടം കേട്ടോ. ഇതിന് കുറച്ച് മെനക്കെട്ടാൽ ഇത് ചെയ്യുന്നത് തന്നെയാണ് എനിക്ക് ഏറ്റവും താല്പര്യം. പക്ഷേ ഇതിന് ടൈം എടുക്കും, അതൊക്കെയാണ്. പിന്നെ എഡിറ്റ് ചെയ്യണം, അതൊക്കെയാണ്. മറ്റേത് നമുക്ക് അപ്പം കഴിഞ്ഞു, പിന്നെ അതിനൊന്നും നോക്കേണ്ട ആവശ്യമില്ല, അത്രയ്ക്ക് തന്നെയുള്ളൂ. പിന്നെ ലൈവ് വീഡിയോക്ക് ആണെങ്കിൽ ഇതിൻ്റെ അത്രയൊന്നും ഒരു ഉഷാറും കിട്ടില്ല. അപ്പോൾ അത് കുറച്ച് മെനക്കെട്ടാൽ തോന്നുന്നു ലൈവ് വീഡിയോ ചെയ്യൂല എന്നൊന്നുമില്ല കേട്ടോ. ചിലപ്പം ഓരോ സാഹചര്യത്തിന് അനുസരിച്ചാകും. അപ്പോൾ ആ മുരിങ്ങ അവിടെ ഉമ്മ ഊരി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുളിയും നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. രാവിലെ പിന്നെ ഒരു 10 മണി വരെ എനിക്ക് വണ്ടിപ്പാച്ചിൽ തന്നെ കേട്ടോ, ഓട്ടപ്പാച്ചിൽ തന്നെയാണുള്ളത്. കുഞ്ഞുങ്ങളെ മദ്രസ്ക്ക് പറഞ്ഞേക്കണം, ഇങ്ങനെ ജിതുവിനൊക്കെ മദ്രസ്ക്ക് പറഞ്ഞേച്ചു, സ്കൂൾക്ക് പറഞ്ഞേക്കണം. അങ്ങനെ 10 മണി വരെ എനിക്കൊരു റെസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ ഇപ്പം ഞാൻ വോയിസ് എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഇത് ഇന്നലത്തെ വീഡിയോ ആണ്, ജൂലൈ 1-ാം തീയതിത്തെ വീഡിയോ ആണ്. അപ്പോൾ കുമ്പളങ്ങ കറി ഇമ്പോർട്ടൻ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്ത് കറി ഉണ്ടാക്കേണ്ടി ഇങ്ങനെ അറിയാതിരിക്കും. അപ്പോൾ കുമ്പളങ്ങ കറി ഉണ്ടാക്കിയാൽ മതി. അങ്ങനെ അവിടെ ഞാൻ കുളിക്കാനും പോയി. പെട്ടെന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനായാലും എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ നല്ല താല്പര്യം ഉണ്ടായി. അതിന് കൂടിയില്ല കേട്ടോ. അത് ചാർജൊക്കെ കുട്ടികൾ കഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചാർജ് ഫുള്ളാകോളം നിന്ന് പിന്നെ ഞാൻ എൻ്റെ കുളിയും കാര്യങ്ങളും കുറച്ചൊക്കെ എൻ്റെ പണി കിടക്കട്ടെ വിചാരിച്ചാൽ അങ്ങനെ ഫുള്ളായി. അപ്പോൾ അത് ക്യാരറ്റും ഇടയ്ക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി തേങ്ങ ചേർക്കണം. അപ്പം നമുക്കിത് കറിക്കാണോ എടുക്കേണ്ടത്, ക്യാരറ്റിക്കാണോ എടുക്കേണ്ടത് എന്നല്ല ഒരു സംശയത്തിലെന്താ. അപ്പോൾ ഇതാ തേങ്ങ ചിരകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു മണ്ണിൻ്റെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നന്നാക്കി വലിഞ്ഞതിന് ശേഷം, മണ്ണിൻ്റെ ചട്ടി ആകുമ്പോൾ പെട്ടെന്ന് വലിഞ്ഞ് കിട്ടൂല, അതാണ് ഇതിലൊരു ബുദ്ധിമുട്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, പിന്നെ കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റാണല്ലോ ഇതാക്കുന്നത്, അപ്പോൾ കറിവേപ്പില ഇട്ടെടുക്കണ്ടേ എന്നൊരു സംശയം. പിന്നെ മുരിങ്ങ കറിക്കും ഇതിലേക്കൊന്നും ആരും കറിവേപ്പില ഒന്നും ഇടില്ല. അപ്പം മുരിങ്ങ ഇടുന്നത് തന്നെ ഇതിലേക്ക് കറിവേപ്പില ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പണ്ട് കല്യാണത്തിലേക്ക് മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുരിങ്ങ കറിക്ക് കറിവേപ്പില ഇട്ടോ എന്നൊക്കെ ഇങ്ങനെ കളിയാക്കി കണ്ട് നമ്മളിങ്ങനെ ആളാക്കി കണ്ട് ഒരു തട്ടി ഒരു ഇതൊക്കെ ഒന്നുമില്ല, ഒരു തമാശ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കേക്ക് വെച്ച് കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇതിലേക്ക് ഇട്ടെടുത്തു. പിന്നെ 2 പച്ചമുളക് കീറിങ്ങാണ്ട് ഇതിലേക്ക് ഇട്ടെടുത്തിട്ടോ. ഇനി ഒന്ന് അരച്ചു വെച്ചാൽ പെട്ടെന്ന് പോകും കേട്ടോ. പിന്നെ ഇതിലേക്ക് മറന്നു പോയൊരു സംഗതി ഉണ്ട്, ഉപ്പ് ചേർക്കാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ ചേർക്കാൻ വിചാരിച്ചതല്ല, അങ്ങനെ മറന്നു ഓരോ സോക്കിൽ കൂടെ. അപ്പോൾ ഇങ്ങനെ അരച്ചു വെച്ചു. പിന്നെ ഞാൻ ഉപ്പൊക്കെ ചേർത്തിട്ട് അപ്പോൾ ഞാൻ ഈ ഒരു തേങ്ങ അരക്കട്ടെ കേട്ടോ. അത് കഴിഞ്ഞ് വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊന്നും വേണ്ട. ഞാൻ പിന്നെ വിചാരിച്ചു കുറച്ച് തേങ്ങയല്ലേ ഉള്ളി, ഇനി ഇതിലേക്ക് കറിക്ക് ഒരു തേങ്ങ ഉണ്ടാക്കണം. അപ്പോൾ പിന്നെ അത് പൊട്ടിച്ചത് ഇല്ലേ കേട്ടോ. അപ്പോൾ വന്ന് ചെറുതൊന്ന് പൊട്ടിച്ചിട്ടൊക്കെ വേണം. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം നിൽക്കട്ടെ വിചാരിച്ചിട്ട് ഇടയ്ക്ക് ഒരുമിച്ചാണ്ട് ചിരകി എടുക്കാനുള്ളതിന്. അങ്ങനെ നമുക്കിത് ഈ ക്യാരറ്റൊക്കെ ഞാൻ ഇട്ടെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ തേങ്ങയൊക്കെ അരച്ച് കൊണ്ടിട്ടിട്ട് ആ അരച്ച തേങ്ങൻ്റെ അരപ്പും കൂടി ഇതിലേക്ക് ഇട്ടെടുക്കുക വേണമെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ അങ്ങനെ ക്യാബേജൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടാറുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല വിചാരിച്ചു, ക്യാരറ്റല്ലേ ഇത് ഇങ്ങനെ തന്നെ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇത്
നന്നായി ഉണ്ട് ചൂടായതിനു ശേഷം തേങ്ങ ഈ അരപ്പ് നന്നാക്കി ചൂടായതിനു ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ചെയ്തുകൊണ്ട് അതിന് ശേഷം എന്താ നമ്മൾ ഊരി വെച്ച മുരിങ്ങ നന്നാക്കി കേകി ഇട്ടോ, നന്നാക്കിയാണ് കേകിയ മുരിങ്ങയാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പാകത്തിന് ഇളക്കട്ടെ, നന്നാക്കി ഇളക്കരുത്, ഇളക്കും നല്ല ഇളക്കിയിട്ട് വന്നതിന് ശേഷം നമുക്കത് ഓഫാക്കി എടുക്കുക. അപ്പോൾ അതാ കുറച്ച് മുരിങ്ങ, അപ്പോൾ കുറേശ്ശെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അപ്പോഴേ ചുരുങ്ങുള്ളൂ. അപ്പോൾ ഈ മുരിങ്ങ കുറച്ച് ആദ്യം കാണാൻ നല്ലെന്ന് തോന്നും, പിന്നെ ഒന്ന് ഇട്ട് കണ്ട് ഇളക്കി കൊടുത്താൽ പിന്നെ അത് ഇല്ല ചുരുങ്ങി പത്രകൾ. അപ്പോൾ കുറച്ചും കൂടി ഞാൻ മുരിങ്ങ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാകുമ്പോൾ കുട്ടികൾ എല്ലാവരും കഴിക്കും ചെയ്യും. ഇവർക്ക് ഇങ്ങനത്തെ ഇലക്കറികൾ അങ്ങനത്തെ ഇതൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചേർത്തതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ അവർ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ജിതുമോന് വന്ന് കണ്ട് ഉറങ്ങും ചെയ്തവന് കിട്ടിയിട്ടില്ല. ഇന്നൊക്കെ വന്നേരെ രാത്രി കഥകൾ തന്നെ കേട്ടോ, ചോർക്കും ഇതൊക്കെ കൊടുത്താൽ നല്ല ക്യാരറ്റൊക്കെ നന്നാക്കി ചൂടായതിന് ശേഷം കേട്ടോ, നന്നാക്കി ഇതായതിന് ശേഷമാണ് ഇതിലേക്ക് ഞാൻ മുരിങ്ങട്ടെടുത്തത് അറിയാലോ. പിന്നെ ക്യാരറ്റ് മാത്രമാണെങ്കിൽ ക്യാരറ്റും തേങ്ങയും മാത്രമാണെങ്കിൽ കറിവേപ്പില ആദ്യം തന്നെ ഇട്ട് കൊടുക്കട്ടോ. അങ്ങനെയാണെങ്കിൽ മുരിങ്ങ ഇടുന്നുണ്ടെങ്കിൽ കറിവേപ്പിലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതാ അടുത്തത് നമ്മുടെ കറിക്കുള്ള തേങ്ങ അരച്ചെടുക്കണം. അപ്പോൾ ആ തേങ്ങ ഞാൻ പൊട്ടിച്ച് കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ പൊട്ടിച്ചു ഇനി തേങ്ങ ചിരകട്ടെ, അടുത്ത പരിപാടിയാണ്. ഇങ്ങനെ തകൃതിയായിട്ട് നമുക്ക് തേങ്ങ ചിരകിയെടുക്കണം. എനിക്കിപ്പോൾ ഈ വീഡിയോക്ക് വേണ്ടി എഡിറ്റ് ചെയ്യാനൊക്കെ രണ്ടാമതൊരു പണി വോയിസ് കുറച്ച് കൊടുത്ത് വെച്ചിരുന്നു. ഞാൻ രാത്രിയും എനിക്കിട്ട് വർക്കൊക്കെ വോയിസ് 3:14 കൊടുത്തിന്. അതൊക്കെ പിന്നെ ചെന്ന് നോക്കുമ്പോൾ കുട്ടികളെ സ്കൂൾക്കൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ വോയിസ് എടുക്കാനല്ലേ ഉള്ളൂ. നോക്കുമ്പോൾ എൻ്റെ വോയിസും കാണാനില്ല, എൻ്റെ വീഡിയോസും നമ്മളെ VN ആപ്പിൽ കാണാനില്ല, ഒക്കെ പോയിട്ടുണ്ട്. ഞാൻ എഡിറ്റ് ചെയ്തതും വെറുതെ ആയി, പിന്നെ എൻ്റെ ടൈമും വർക്കും എല്ലാം പോയി. അങ്ങനെ നേരം പോയിട്ടായപ്പോൾ ഞാനൊരു അവർ പോയതിന് ശേഷം എഡിറ്റ് ചെയ്ത് കണ്ടപ്പോൾ വോയിസ് എടുക്കുകയാണ്. അങ്ങനെ നമ്മളെ തേങ്ങ ചിരകി എടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കുക. ഇനി അരക്കുമ്പോൾ ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളിയും ചുവന്നുള്ളി ഇടുട്ടോ. ഒരു വെളുത്തുള്ളിൻ്റെ ഒരു അല്ലും ഒരു ചുവന്നുള്ളി എടുക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ ഇതിന് അരച്ച തേങ്ങ തന്നെ കേട്ടോ. അപ്പോൾ മിക്സിന് ഇത് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ആ തേങ്ങ അരപ്പിൽ കൂടെ തന്നെ അത് നന്നാക്കി അരച്ചെടുക്കുക. ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത് കേട്ടോ. രാത്രി 3:14 കുറച്ചൊക്കെ ഞാൻ രാത്രിയിൽ തന്നെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഉറക്കം ഇതൊക്കെ വന്നപ്പോൾ പെട്ടെന്നാണ്ട് ഉറങ്ങുകയും ചെയ്ത്. പിന്നെ വെളുത്തുള്ളിയും ചുവന്നുള്ളി ഇട്ടെടുക്കുക. പിന്നെ 3:14 കുറച്ചൊക്കെ വോയിസ് എടുത്തുകൊണ്ട് ആ വോയിസ് തന്നെ പിന്നെ ഫോൺ ഓഫായി, ചാർജ് കഴിഞ്ഞിട്ട് ഓഫായി. പിന്നെ ഞാൻ കുത്തിവെച്ച് ഒക്കെ എല്ലാം റെഡി ആക്കുമ്പോൾ അങ്ങനെ പിന്നെ നേരം വിളിച്ച് നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ അപ്പോൾ നമ്മളെ മുരിങ്ങ തോരന് ക്യാരറ്റും അതിൻ്റെയും മിക്സ്ഡ് മുരിങ്ങ തോരൻ ഇവിടെ റെഡി ഇട്ടോ. ക്യാരറ്റും മുരിങ്ങയും കൂട്ടിയിട്ടില്ല നമ്മളെ തോരൻ ക്യാരറ്റ് മുരിങ്ങ അലത്തിന്നൊക്കെ പറയുന്നതിന് അങ്ങനെ ഒരു ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി കറിൻ്റെ കാര്യങ്ങളാണ്. അപ്പം ഇതിലേക്ക് കുറച്ച് പുളി ഒഴിച്ചു കൊടുക്കാണ്ട് കേട്ടോ. പുളി പറഞ്ഞാൽ പുളി വെള്ളത്തിൽ ഇട്ടച്ചിന്. അപ്പോൾ ആ പുളി വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോഴൊക്കെ വന്ന് കുതിർന്നാണ്ട് വന്നും ചെയ്തോളൂ വിചാരിച്ചിട്ട് അത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇട്ടെടുത്ത് നന്നാക്കി ഇളക്കി കൊടുക്കുകയാണ്. ഇതാ നമ്മളെ തേങ്ങൻ്റെ അരച്ചതിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ കണ്ടെല്ലാം വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ഞാൻ നേരത്തെ ഇങ്ങനെ അരപ്പിക്കാൻ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അപ്പം ഇതൊന്ന് തുള്ളിയതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണമല്ലോ. കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ കറി കടുകിട്ട് കടുകും കറിവേപ്പില ഇട്ടെന്നാണ് വറുത്തെടുക്കട്ടോ. എൻ്റെ ഫോണിലെ ചാർജ് ഇപ്പോൾ കഴിഞ്ഞ ഞാൻ കുട്ടീനെ പറഞ്ഞേക്കുമ്പോഴേക്കന്നെ സ്കൂളിലേക്ക് വണ്ടിക്ക് വേണ്ടി വിടുമ്പോഴേക്കന്നെ കുറച്ചൊരു ചാർജൊക്കെ ഉണ്ടായിരുന്നു. 88%, 65% അങ്ങനെയൊക്കെ കാണിച്ചിരുന്നു. പിന്നെ പെട്ടെന്ന് ഓഫായി. പിന്നെ ഞാൻ ചാർജിന് കുത്തിച്ച് നോക്കുമ്പോൾ 1% കാണുന്നുള്ളൂ. അത് പിന്നെ പെട്ടെന്ന് വന്ന് നോക്കി ഞാൻ വാഷ് ചെയ്യാലതൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി വിശിലിട്ടിച്ചിനൊക്കെ എൻ്റെ അടുത്തൊക്കെ പോയി നോക്കിയപ്പോൾ പിന്നെ അത് 71 കണ്ട് എടുത്ത് നോക്കി. അപ്പോൾ ഈ ഒരു വോയിസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ പിന്നെ ചാർജ് ഇല്ല, ബാറ്ററി പറഞ്ഞിട്ട് മെസ്സേജ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ കറിവേപ്പില ഇട്ടെടുത്തു, കടുക് ഇട്ടെടുത്തു. ഇനി കുക്കറിലേക്ക് ഒഴിച്ചെടുത്തു. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ചെയ്ത് ഇതാക്കട്ടെ. അങ്ങോട്ട് ഒഴിച്ചെടുക്കലും ഇങ്ങോട്ട് ഒഴിച്ചെടുക്കലായിട്ട് നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ സൂപ്പർ ടേസ്റ്റി കറി കുമ്പളങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ ക്യാരറ്റും മുരിങ്ങയൊക്കെ വേവിച്ചെടുത്ത് തോരനും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ ക്യാരറ്റും മുരിങ്ങ ക്യാരറ്റിന് ചേർത്തുകൊണ്ട് തന്നെ എല്ലാവരും കഴിച്ചിട്ടുണ്ട് കേട്ടോ. ജിതുമോൻ അല്ലാത്തതൊക്കെ അവർക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞത് വെറും ക്യാരറ്റ് ആണെങ്കിൽ അതൊരു രസം ഉണ്ടാവില്ല, വെറും മുരിങ്ങയാണെങ്കിൽ അങ്ങനെ രസം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർക്കുമ്പോൾ നല്ല രസമാണ്. അങ്ങനെ കുട്ടികൾക്ക് ഇലൻ്റെതൊക്കെ കിട്ടും ചെയ്തു. വിറ്റാമിൻസും ഇതൊക്കെ ഇലക്കറികൾ കൂട്ടാൻ പാടില്ലവർക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ കുറച്ച് മുള്ളൻ ചക്ക ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആകും കേട്ടോ. ചാർജ് പറ്റേണ്ട ഓഫായി. പിന്നെ നോക്കുമ്പോൾ പെട്ടെന്ന് ചാർജ് ഫുള്ളായി. ഇതെന്തോ ഒരു കളിയാണ്, ഫോണിന് എന്തൊക്കെ ഒരു കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ ആ ഫോണിനനുസരിച്ച് അതിൻ്റെ വീഡിയോ എടുക്കലൊക്കെ എന്താ റെഡി ആവുമെന്ന് അറിയില്ല. അപ്പോൾ അതായത് മുള്ളൻ ചക്കനെ കുറിച്ചൊക്കെ കൂടുതലേക്ക് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഇത് ക്യാൻസറിൻ്റെ ഒക്കെ തടി എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്താണെന്ന് അറിയില്ല സത്യാവസ്ഥ. നല്ല രസമാണ് കേട്ടോ.
പൊളിപ്പിക്കാൻ വെച്ചാൽ അതുകൊണ്ടെങ്കിൽ അരിയിലോ അതിലൊക്കെ ഒന്ന് കുത്തി വെച്ചാൽ മതി. അപ്പൊ അങ്ങനെ ചിക്കൻ പോകുത്തുള്ളൂ. പിന്നെ വൈകുന്നേരം രാത്രി ടൈം നമ്മോട് പഠിക്കുകയാണ്. ഇത് പിന്നെ പെട്ടെന്ന് ഉറങ്ങിയിട്ടുണ്ട്. ഞാൻ അവന്റെ പഠിത്തൊക്കെ രാവിലെ അമ്പത് സുബിക്കേക്കാരല്ലോ. അപ്പൊ അങ്ങനെ രാവിലെ അങ്ങനെ പഠിപ്പിക്കും. അങ്ങനെ അപ്പൊ അവളെ പുസ്തകം കുറച്ച് പൊതിയാനുണ്ട്. കുറച്ച് ബുക്ക് മുഴുവനായിട്ടൊന്നും കിട്ടിയിട്ടില്ലേനു കേട്ടോ. അപ്പൊ ബാക്കി 3-4 പുസ്തകം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അത് പൊതിട്ട് വിചാരിച്ച് വന്നതാണ്. അപ്പൊ പൊതിയാൻ ഈ ഒരു പൊതിയാണ് വാങ്ങിപ്പെട്ടു എന്ന് പറയട്ടെ. ഞാൻ കുറെയൊക്കെ നല്ല പൊതി കണ്ടൊക്കെ പൊതിഞ്ഞ് കഴിഞ്ഞു. പിന്നെ ഏകദേശം പിന്നെ ഈ ഒരു പൊതി ആവാ വിചാരിച്ചു. അങ്ങനെ പൊതി നോക്കുമ്പോൾ അങ്ങനെയല്ല ഇങ്ങനെയല്ല. ഞാൻ വിചാരിച്ചെടുത്ത് ഈ പൊതിന് എനിക്ക് കിട്ടണില്ല കേട്ടോ. ഇതിന്റെ ഒരു കൺട്രോളിൽ ഈ പൊതിന് എനിക്ക് കിട്ടണേ ഇല്ല. അപ്പൊ ഇക്കടെ പോലെയൊക്കെ അത് പൊതിഞ്ഞ് കൊടുത്ത് അങ്ങനെ ഒപ്പിച്ചു. പിന്നെ ഇപ്രാവശ്യം പൊതി വാങ്ങിയിട്ട് തോറ്റുന്നല്ലാതെ എത്ര പൊതി വാങ്ങിയാലും അതാണ്ട് പോലെ പുസ്തകം പൊതിയാനാണ് കഴിയില്ല. പിന്നെ ജിതുവിനും കുറച്ചൊക്കെ ബുക്ക് ഉണ്ട്. ഞാൻ വിചാരിച്ച മാതിരില്ല. അപ്പൊ അവനും കുറച്ച് ബുക്കും ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കൊക്കെ ഉണ്ട്. പിന്നെ ബുക്ക് കുറച്ചുണ്ട്. അപ്പം ഒന്നും വിചാരിച്ച മാതിരിയല്ല. അപ്പൊ പുസ്തകം കുറെ ഉണ്ടായതുകൊണ്ട് തന്നെ പൊതി ഇതായില്ല. അപ്പൊ ലാസ്റ്റ് ആയിട്ട് ഇങ്ങനെ വാങ്ങിയത് ഇപ്പൊ ഇത്ര പൊതി മതി, ചെറിയ മതി, പിന്നെ കുറച്ച് ബുക്കല്ല പൊതിയാനുള്ള വിചാരിച്ചുകൊണ്ട് ഇങ്ങനത്തെ ഈ ഒരു പൊതി വാങ്ങി. അപ്പൊ ഈ ഒരു പൊതിനോട് ഇടങ്ങറി വാണ്ടില്ല എന്നൊക്കെ തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ദിവസം ഈ പൊതിയാനൊക്കെ ആയിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ട് പൊതിയാനൊക്കെ മടിച്ചു. എന്താണ് ഞാൻ ആദ്യം കുറച്ച് 2 പുസ്തകം അവർക്ക് നോട്ടൊക്കെ ജിതുവിനും ഇതൊക്കെ പൊതിഞ്ഞെടുത്താണ് ഞാനും നിർത്തുക. പിന്നെ എനിക്ക് ഇതൊക്കെ വരാനേ ഒരു താല്പര്യമില്ല. ഇവരിങ്ങനെ കളിക്കാൻ അങ്ങനെ കൊണ്ടെടുക്കുന്നല്ലാതെ ഞാൻ എനിക്ക് കുറച്ച് ദിവസം റിസ്ക് എടുക്കാനാവില്ല വിചാരിച്ചുകൊണ്ട് ഞാൻ വന്നില്ല. അപ്പൊ പിന്നെ അവൾ വീട് നിർബന്ധിച്ചപ്പോൾ ഞാൻ വന്നത് മാത്രം. പിന്നെ ഏതായാലും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വിചാരിച്ചത് നമുക്കൊരു കണ്ടന്റും ആയി. അങ്ങനെയൊക്കെ വിചാരിച്ച് വന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കല്ല. പിന്നെ ആദ്യമായിട്ട് കണ്ടവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം എന്താണത് കമന്റ് ആയി അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ഞാൻ വീണ്ടും എത്തിയിരിക്കും. അതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബൈ. താങ്ക് യു.